നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാം, ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ ചാർക്കോളിന്റെ നോസ് സ്ട്രിപ്സ് വാങ്ങിച്ചു. ഇതാണ് സംഭവം. അപ്പം കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുക. പക്ഷെ ഇതെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെമോ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പെയിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ചങ്ങ് മാറ്റി വെക്കും. പിന്നീടാവട്ടെ എന്ന്. അങ്ങനെ പിന്നീടാകട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഉപയോഗിച്ച് നോക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ പാക്കറ്റ്. ഇത് ബ്യൂട്ടി ഫോർമുലാസിന്റെ ആണ്. പിന്നെ ഇവിടെ ഇസ്രായേലിലെ ഗുഡ് ഫാമിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് 10 ഷെക്കലാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 200, 210 ആ ഒരു ലെവലിലൊക്കെ നിൽക്കുന്നതാണ് ഇത്. പിന്നെ നാട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനാണെങ്കിൽ ഓൺലൈൻ സ്റ്റോറുകളിലെല്ലാം കിട്ടും. ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിലും കിട്ടും കേട്ടോ. 100 ഷെക്കൽ 100 രൂപ, 150 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ പിന്നെ 10 ഷെക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലുതായിട്ട് തോന്നില്ല. അങ്ങനെയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇതിൽ എന്താ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ 10 ഷെക്കലിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചപ്പം എനിക്ക് കിട്ടിയത് ഇതിൽ 6 സ്ട്രിപ്പാണ്. കുഴപ്പമില്ല അല്ലേ? 6 പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പം അത് അങ്ങനെ ഒരുപാട് ഭയങ്കര പൈസയൊന്നും ആയില്ല. 6 എണ്ണം കിട്ടുമല്ലോ. അപ്പോൾ ഇത് വീക്ക്ലി ഓരോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അറിയില്ല, ഞാൻ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം ഇത് വീക്ക്ലി വൺസ് ഉപയോഗിക്കണോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുത്തിട്ട് അതിൽ എന്തൊക്കെ എഴുതിയിരിക്കണേന്ന് നോക്കാം. ഡയറക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൽ അവരെന്താ പറഞ്ഞിരിക്കണേന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് തന്നെ ഉണ്ടല്ലോ, ഒരു കാര്യം പറയാൻ മറന്നുപോയില്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നോക്കാം. ഡയറക്ഷൻസ് ഫോർ യൂസ് എന്തൊക്കെ എഴുതിയേക്കണമെന്ന്. വാഷ് ഫേസ്, പിന്നെ വാഷ് യുവർ ഫേസ് റോലി വിത്ത് സോപ്പ്, മേക്കിംഗ് ഷുവർ ദാറ്റ് ഈസ് ഫ്രീ ഓഫ് എനി ക്രീംസ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ നോസിൻ്റെ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഒരു ക്രീമോ ലോഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നോസിൻ്റെ ഇവിടെ വെറ്റായിരിക്കണം. വെറ്റാണെങ്കിൽ മാത്രമാണ് ഇത് സ്റ്റിക്ക് ആവുള്ളൂ. പിന്നെ കൈ ഡ്രൈ ആക്കിയിട്ട് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെതായ കുറച്ച് ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പം അവർ പറഞ്ഞിരിക്കുന്ന 10 to 15 മിനിറ്റ്സ് ഇത് അങ്ങനെ തന്നെ വെച്ചിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. എന്തായാലും ഞാൻ മൂക്കിൻ്റെ ഇവിടെ ക്രീംസ് ഒന്നും തേച്ചിട്ടില്ല. അപ്പം ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മൂക്കിൻ്റെ ഇവിടെ വെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ക്ലോസ് ആയിട്ട് എൻ്റെ മൂക്കൊന്ന് കാണിക്കാം. നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് എനിക്കുണ്ട്. വൈറ്റ് ഹെഡ്സ് കുറവാണ്, പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് കേട്ടോ. മൂക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് ഡ്രൈ ചെയ്യാം. കൈ തുടച്ചു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള മാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതേപോലെയുള്ളൊരു സ്ട്രിപ്പാണുള്ളത്. അപ്പം ഇതിൻ്റെ ഈ ബ്ലാക്ക് ഭാഗം ഉണ്ടല്ലോ, ചാർക്കോൾ വരുന്നത്, അതാണ് നമ്മൾ താഴ്ഭാഗത്ത് വരേണ്ടത്. വൈറ്റ് മുകളിലും വരണം. നമുക്കിത് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിങ്ങനെയാണ് കേട്ടോ വരണ്ടേ. ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഭാഗം
കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് ഇതായിക്കൊള്ളൂ. കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാനിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്തോ ഒരു മണമുണ്ടേ, എന്തിൻ്റെ മണമാണെന്നൊന്നും പറയാൻ അറിയത്തില്ല. എന്തോ ഒരു മണമുണ്ട്. അത്ര നല്ല മണമൊന്നുമല്ല. നല്ല മണമായിരുന്നെങ്കിൽ നമുക്ക് ആസ്വദിക്കായിരുന്നു, പക്ഷെ അത്ര നല്ല മണമൊന്നുമല്ല. ഇപ്പം ഇത് നന്നായിട്ട് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി എടുക്കണത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഓർക്കുമ്പോൾ നല്ല ടെൻഷനുണ്ട്. അത് 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്നാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം പോകുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നമ്മൾ വെറുതെ പൈസ മുടക്കുന്നതാണോ അത് ആവശ്യത്തിന് പൈസ മുടക്കുന്നതാണോ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലേ അത് നമുക്ക് യൂസ്ഫുൾ ആകുന്നതാണെങ്കിൽ നമുക്കിപ്പോൾ എത്ര രൂപയാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് തോന്നും. ഇതിപ്പോൾ എടുത്തിട്ട് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. 10 ഷെക്കലാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോവല്ലേ ആവശ്യമില്ലാതെ, അതാണേ. പിന്നെന്താ, ഇവിടെ വെള്ളം ചേർത്തോണ്ടായിരിക്കും ഇവിടെ മുകളിൽ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഈ മുടിക്കൊന്നും മര്യാദക്ക് കിടന്നുണ്ടോ? അയ്യോ, നേരത്തെ എങ്ങനെയായിരുന്നു ഇട്ടിരുന്നത്? നേരത്തെ എങ്ങനെയായിരുന്നു ഞാൻ ഇട്ടിരുന്നത്? ഇല്ല, ഒരുപാട് ലൈറ്റ് മുഖത്തേക്ക് അടിക്കുന്നുണ്ടോ? ഒരു ഫോട്ടോ എടുക്കാം അല്ലേ? തമ്പനെയിൽ ഇടാനായിട്ടൊരു ഫോട്ടോ വേണ്ടേ? എങ്ങനെ ഇരിക്കണ്ടേ? 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് എടുത്തു നോക്കാം സക്സസ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പം ഇവിടെ തൊട്ട് നോക്കുമ്പോണ്ടല്ലോ കയ്യിലൊക്കെ നമ്മുടെ ഗമ്മാവുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഫുള്ള് ഗമ്മാണ്. കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു. കയ്യിൽ ബ്ലാക്ക് കളറായോ? കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അപ്പം ഇനി ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ വേദന എടുക്കുന്ന കാര്യം കൊടുത്തിട്ട് നല്ല ടെൻഷനുണ്ട്. സ്കിന്നായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കെയർഫുള്ളായിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. കാരണം നമ്മുടെ സ്കിന്നാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. പിന്നെ മുഖത്താണ്. എന്തെങ്കിലുമൊക്കെ വലിച്ചു പറിച്ച് സ്കിന്നൊക്കെ കൊടുത്തി പോന്നു കഴിഞ്ഞാൽ തീർന്നു, അറിയാലോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കെയർഫുള്ളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഇവിടെ ഒന്നും പൊളിഞ്ഞു വരുന്നില്ല. കുറച്ച് വെള്ളം കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്മെല്ല് ഇതില് കൂടുതലും ഹെയറൊക്കെ റിമൂവായി വന്നിട്ടുണ്ട്. നോക്ക്, അത്യാവശ്യം കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? നോക്ക്, വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഒന്ന്, പക്ഷെ നല്ല വേദന എടുത്തിട്ടോ. അതിൻ്റെ ചാർക്കോൾ ഇവിടെ ഒക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യേണ്ടി വരും. പോയോ അറിയില്ല.
ഞാനിവിടെ വെള്ളം നേരത്തെ എടുത്തിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടൊന്ന് നല്ല റെഡ് കളറായി. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് ആഴ്ചയിൽ ഒരിക്കലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആഴ്ചയിൽ ഒരിക്കലൊന്നും ചെയ്യേണ്ട. വീക്ക്ലി 2 times ഒക്കെ അത്രയ്ക്ക് നിങ്ങൾക്ക് ഇതാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത്. കാരണം നമ്മളിതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്ന് വെച്ചാൽ ഒരുപാടല്ല. എനിക്കിപ്പോഴും ഇവിടത്തെയൊക്കെ പോയെങ്കിലും ഇവിടെ ഈ സൈഡുകളിലൊക്കെ ഉള്ളതൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പോയി, കുറച്ചൊന്നും പോയില്ല. ആ ഒരു ടൈപ്പിലാണ് എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരുപാട് പൈസയൊന്നും കളഞ്ഞ് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അതായത് നമ്മുടെ നാച്ചുറൽ റെമഡീസ് ഒക്കെ ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതേപോലെയുള്ള പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കാതെ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കെന്താ ഇനി അടുത്തൊരു വീഡിയോയിൽ ചിലപ്പോൾ എന്തെങ്കിലും റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡീസ് ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ.